ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് വിത്ത് അഞ്ച് ടിപ്സിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഓവനൊന്നും ഇല്ലാതെ തവയിൽ വെച്ചിട്ട് ബീറ്ററൊന്നും ഇല്ലാതെ മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൈനാപ്പിൾ കേക്കാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈദ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ മൈദ അരിച്ചെടുക്കുക, ഒരു അരിപ്പ എടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചേർക്കേണ്ടതെന്ന് പറയുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എത്ര പ്രാവശ്യം അരിക്കുന്നോ അത്രയും നല്ലതാണ്. കട്ടയില്ലാതെ അരിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു മുട്ട, അപ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കണം എല്ലാ ഇൻഗ്രീഡിയൻസും കേട്ടോ. ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതൊരു മയണൈസിൻ്റെ പരുവത്തിലൊന്ന രീതിയിൽ ക്രീമി ടെക്സ്ചറിലാക്കി എടുക്കണം. പിന്നെ പൈനാപ്പിൾ എസൻസും ചേർക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ എസൻസ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതുപോലെ ക്രീമി ആയിട്ട് അടിച്ചെടുക്കുക. അപ്പം ഇതിൻ്റെ വെജിറ്റബിൾ ഓയിലിൻ്റെ അളവ് അറിയണമെങ്കിൽ ഒരു മുട്ട നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കുക. അത് എത്ര അളവുണ്ട് അതിനനുസരിച്ച് തന്നെ അത്രയും അളവിൽ തന്നെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ അടിച്ചെടുത്താൽ ഇതേപോലെ ക്രീമി ടെക്സ്ചറിൽ കിട്ടും, പൈനാപ്പിൾ എസൻസും കൂടിയിട്ട്. അപ്പോൾ ഇതുപോലെ ക്രീമി ടെക്സ്ചർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറയുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതായത് പൊടിച്ച് കഴിഞ്ഞാൽ 1/4 കപ്പ് വേണം, അത് ചേർക്കുന്നുണ്ട്. പിന്നെ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. പഞ്ചസാര നല്ലോണം അലിയണം. ഇതേപോലെ ലൂസായിട്ടുള്ളൊരു ടെക്സ്ചറിലാണ് മിക്സ് കിട്ടുക. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പോളം മിക്കതും വെജിറ്റബിൾ ഓയിൽ വേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ മൈദ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി പൈനാപ്പിൾ കേക്കൊക്കെ ആണല്ലോ, അപ്പോൾ ഒരു കളറ് പൈനാപ്പിളിൻ്റെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ വീട്ടിലേക്കൊക്കെ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. സാധാരണ തവ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി, കട്ടയില്ലാതെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ പാല് ഏകദേശം ഒരു 1/2 തൊട്ട് 1/4 കപ്പോളമാണ് പാല് വേണ്ടി വരിക. അപ്പോൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്കൊരു സെമി തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ പാല് ചേർത്തിട്ടുണ്ട്, ഇപ്പോഴും പാല് കുറച്ച് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടെക്സ്ചർ കിട്ടുന്ന രീതിയിൽ ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ചോപ്പ് ചെയ്തിട്ട് അത് കുറച്ച് മൈദയിൽ ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കളറ്, ഇപ്പോൾ ഇത് മഞ്ഞയല്ലേ, അപ്പോൾ അതിന് വേണ്ടി ഒരു ഇടയ്ക്ക് ഒരു റെഡ് കളർ കാണാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ ചെറി അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി റെഡ് ഇട്ട് കൊടുക്കുക ചോപ്പ് ചെയ്തിട്ട്. അത് മാറ്റി വയ്ക്കുക മിക്സ് ചെയ്തിട്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ഡിഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ നമ്മൾ വെജിറ്റബിൾ ഓയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതുപോലെ ഇത്ര മൈദ കുറച്ചിട്ടിട്ട് ഇതേപോലെ ഡസ്റ്റ് ചെയ്ത് എല്ലായിടത്തും കോട്ട് ചെയ്ത് എക്സസ് ഉള്ളത് തട്ടി കളയാം. ഇനി അതിലേക്ക് പകുതി മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളത് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയ ഒരു തവ എടുക്കുക. അതിൻ്റെ മുകളിൽ അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളുടെ ബേക്കിംഗ് ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വലിയൊരു പാത്രം വെച്ചിട്ട് ഏകദേശം 1/2 തൊട്ട് 1/4 മണിക്കൂർ വരെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം. ഇനി പൈനാപ്പിളിൻ്റെ ഒരു ഇത് റെഡിയാക്കി ടോപ്പിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും അൺസോൾട്ടഡ് ബട്ടറും പൈനാപ്പിൾ ചോപ്പ് ചെയ്തതും പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഈ ഒരു പരുവം എത്തുമ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി കിട്ടും. ഇതൊരു ടോപ്പിംഗ് ആണ്, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല സോഫ്റ്റാണ്. ലാസ്റ്റ് ആ നേരം ആകുമ്പോൾ നമ്മളൊന്ന് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 ഇതിലായിട്ടാണ് ആക്കിയത് കേട്ടോ. ഒരു ഏകദേശം ഒരു 1/2 കിലോൻ്റെ കേക്ക് നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാനിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ കണ്ട ട്യൂട്ടി ഫ്രൂട്ടിക്ക് ഇടയ്ക്ക് എടുക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അത് കണ്ട ഇതിങ്ങനെ എടുത്ത് നോക്കിയാൽ അങ്ങനെ നല്ല സോഫ്റ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കാം. പൈനാപ്പിൾ ഐസ്ക്രീം ആയാലും മതി, പക്ഷേ ഇതാണ് കുറച്ചുകൂടി നല്ലത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പൈനാപ്പിളിൻ്റെ ഒരു ജാം പോലത്തെ ഐറ്റവും കൂടിയിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ സിറപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിച്ചാണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ ഐറ്റമാണ് ഇത്. ഇങ്ങനെ കഴിക്കാം. അതല്ലാതെ നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയ കേക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ടോപ്പിംഗ് വെച്ചിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ അവർ പറയും അടിപൊളിയാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഇതേ റൗണ്ട് ഷേപ്പിലുള്ള നമ്മുടെ കേക്ക് അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കുറച്ച് ഇത്തിരി പൊങ്ങിയിട്ടല്ലേ നിൽക്കുന്നത്, അപ്പോൾ അത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ടോപ്പിങ്ങും കൂടിയും വെച്ച് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ സിറപ്പൊക്കെ നല്ലോണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ
നന്നായിട്ട് ഇറങ്ങും. ഇത് ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അലങ്കാരപ്പണിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ റെഡ് ഇട്ട് കൊടുത്താൽ നല്ല രസമല്ലേ, നല്ല ഭംഗിയല്ലേ. അതുപോലെ തന്നെ ഒരു പുതിനയുടെ ഇലയൊക്കെ വെച്ച് കൊടുത്താൽ അടിപൊളിയാണ്.